ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ്. അപ്പോൾ നമ്മളുടെ ഫിസിക്സിലെ ഡയമെൻഷൻസ് എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്ഥിരമായി ഒരേ പാറ്റേണിൽ അല്ലെങ്കിൽ ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡയമെൻഷൻസ്. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ കഴിഞ്ഞ ഒരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ്റെയോ അല്ലെങ്കിൽ JEE എക്സാമിനേഷൻ്റെയോ പേപ്പറുകൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, സെയിം ക്വസ്റ്റ്യൻസ് പല സമയങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി ചോദിച്ച ചില ട്രിക്കുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന, വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെഷനിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. നിർബന്ധമായി നിങ്ങൾ ഈ ടോപ്പിക് പഠിക്കണം, പ്രിഫറൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. കാരണം ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് തീർച്ചയായും 2026 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ ഡയമെൻഷൻസ് എഴുതുമ്പോൾ 4 ലെറ്ററുകളാണ് സാധാരണ ഉപയോഗിക്കുക. ഡയമെൻഷൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ മാസിനെ റെപ്രസെന്റ് ചെയ്യാൻ M, ലെങ്തിന് L, ടൈമിന് T, കറണ്ടിനെ നമ്മൾ A കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ I എന്നൊരു ലെറ്റർ കൂടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഈ 4 ലെറ്ററുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡയമെൻഷൻസിനെ റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ ആദ്യം 2-3 കാര്യങ്ങൾ പഠിക്കണം. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ഫോഴ്സിന്റെ ഡയമെൻഷൻ M(L)T⁻². ഓക്കെ, രണ്ടാമത്തത് എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് M(L²T⁻²). ഈ 2 ഡയമെൻഷൻസ് നിർബന്ധമായും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ ഒരു കാര്യം കൂടെ, പ്രഷർ കൂടെ ചില സമയങ്ങളിൽ ആവശ്യം വരും. M(L⁻⁻1T⁻²). പിന്നെ ഫ്രീക്വൻസിയും പല പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻസിയെ നമ്മൾ ടൈമിന്റെ റെസിപ്രോക്കൽ ആണ് ഫ്രീക്വൻസി, 1/ടൈം ആണ് ഫ്രീക്വൻസി. അപ്പൊ നമുക്ക് T⁻⁻1 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് ഡയമെൻഷൻസ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ML⁻², എനർജി ML²T⁻², പ്രഷറിന് ML⁻⁻1T⁻², ഫ്രീക്വൻസി റെസിപ്രോക്കൽ ഓഫ് ടൈം ആണ്, അപ്പോൾ T⁻⁻1. രണ്ടാമത് പഠിച്ചിരിക്കേണ്ട കാര്യം ചില സ്പെഷ്യൽ കേസസ് ആണ് കേട്ടോ. 1/r × √L/c. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. 1/r × √L/c. അപ്പൊ ഇവിടെ എല്ലിനും സിക്കും ആറിനും ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതൊരു ലെങ്തി ക്വസ്റ്റൻ ആയിട്ട് മാറും. കാരണം ഇതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അത് എളുപ്പമല്ലല്ലോ. ഒരിക്കലും നമ്മൾ അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യേണ്ടേ? ഈ 1/r × √L/c എന്ന് പറയുന്നത് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറൻസിൽ പഠിക്കുന്നുണ്ട്. ഇതിന്റെ പേര് ക്വാളിറ്റി ഫാക്ടർ എന്നാണ്. ക്വാളിറ്റി ഫാക്ടർ. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ നമുക്കറിയാം, ഒരു ഡയമെൻഷൻലെസ് യൂണിറ്റ്ലെസ് നമ്പർ ആണ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഡയമെൻഷൻസ് M⁻L⁻T⁻0 എല്ലാം 0 തന്നെയാണ് കേട്ടോ. അപ്പോൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്, ക്വാളിറ്റി ഫാക്ടർ 1/r × √L/c. അതിന്റെ ഡയമെൻഷൻസ് ചോദിച്ചാൽ നേരിട്ട് ക്വാളിറ്റി ഫാക്ടറിന്റെ ഡയമെൻഷൻസ് എഴുതാം. അത് M⁻⁴, L⁻⁴, T⁻⁴, A⁻⁴ ആയിരിക്കും. നിങ്ങൾ ഇനി ആറിന്റെയും എല്ലിന്റെയും സിയുടെ ഒക്കെ ഡയമെൻഷൻസ് കൊടുത്തു നോക്കൂ. എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഇതുപോലെ ആയിരിക്കും ഇത് കിട്ടുക. അപ്പൊ നേരിട്ട് ക്വാളിറ്റി ഫാക്ടർ എന്താണെന്ന് പഠിച്ചു വെക്കണം. അത് 1/r × √L/c ആണ്. രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ടൈം കോൺസ്റ്റന്റ്. അതായത് LR സർക്യൂട്ടുകളിൽ ടൈം കോൺസ്റ്റന്റ് പഠിക്കുന്നുണ്ട്. L/r നമ്മൾ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയും. LR സർക്യൂട്ടിൽ L എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ്, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. ഇതും ഡയമെൻഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട. L/r ഡയമെൻഷൻ എന്ന് പറയുന്നത് ടൈമിന്റെ ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ, LR സർക്യൂട്ട്. അത് CR സർക്യൂട്ട് ആണെങ്കിൽ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് C⁻R ആണ് കേട്ടോ. C⁻R ആണ്. C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്, R റെസിസ്റ്റൻസ് ആണ്. അവരുടെ പ്രോഡക്റ്റ് എടുത്താൽ അതും ടൈം തന്നെയാണ്. അപ്പോൾ ഇതിനും ടൈമിന്റെ ഡയമെൻഷൻ ആണ്, ഇതിനും ടൈമിന്റെ ഡയമെൻഷൻ ആണ്. ഒരാളെ കൂടെ ഞാൻ പറയാം, √LC. അതെന്താണെന്നറിയോ? നമ്മൾ റെസൊണന്റ് ഫ്രീക്വൻസി ഒക്കെ പഠിക്കുന്നുണ്ട്. 1/2π√LC അല്ലെ? അപ്പോ 1/√LCക്ക് 2πക്ക് ഡയമെൻഷൻ ഇല്ലല്ലോ, ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റ് ആണ്, 2 × π. √LCയുടെ ഡയമെൻഷൻ എങ്ങനെ എടുക്കും? അതിനെ ഇങ്ങോട്ടും കൊണ്ടുവരാം, ഫ്രീക്വൻസിയെ താഴേക്കും കൊണ്ടുവരാം. അപ്പോൾ √LC എന്ന് പറഞ്ഞാൽ 1/ഫ്രീക്വൻസി കേട്ടോ. 1/ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ടൈമാണ്. അപ്പൊ അതും ടൈം തന്നെയാണ്. അപ്പൊ ഇവരെ 3 പേരെയും നമുക്ക് ടൈം ആയിട്ട് എടുക്കാം കേട്ടോ. ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം അതാണ്, മൂന്നാമത്തെ കാര്യം അതാണ്. L/r ഇതിനെ നമ്മൾ ടൈം കോൺസ്റ്റന്റ് ഇൻ LR സർക്യൂട്ട് എന്ന് പറയും. ഓക്കെ, ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയും. ഇത് ടൈം കോൺസ്റ്റന്റ് ഇൻ കപ്പാസിറ്റീവ് റെസിസ്റ്റീവ് സർക്യൂട്ട്, CR സർക്യൂട്ട്. ഓക്കെ, അതിനെ കപ്പാസിറ്റി ടൈം കോൺസ്റ്റന്റ് എന്ന് പറയും.
ഇത് റൂട്ട് എൽ സി, ഇവർക്ക് 3 പേർക്ക് ഒരേ ഡയമെൻഷൻ ആണ്, അത് ടൈം ആണ് കേട്ടോ. നാലാമത്തെ ഒരു പോയിന്റ്, ഈ ആംഗുലർ മൊമെന്റം അല്ലെങ്കിൽ ഈ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എവിടെയെങ്കിലും നിങ്ങൾ ആംഗുലർ മൊമെന്റം കണ്ടാൽ, ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഐ ഒമേഗ അല്ലെ, ആംഗുലർ മൊമെന്റം കണ്ടാൽ nh/2π കൊടുക്കാം. പ്ലാങ്ക്സ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ എന്ന് പറയും. ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്ലാങ്ക്സ് ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ അല്ലെങ്കിൽ nh/2π എന്ന് നമുക്ക് പഠിക്കാം, എഴുതാം അല്ലെ. n എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പർ ആണ്, അതിന് ഡയമെൻഷൻസ് ഇല്ല. എച്ചിന്റെ ഡയമെൻഷൻ അറിയണം, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 2π ഡയമെൻഷൻലെസ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 5th പോയിന്റ്, ഡയമെൻഷൻസ് ഓഫ് യങ്സ് മോഡുലസ് ചോദിച്ചാൽ, അല്ലെങ്കിൽ ബൾക്ക് മോഡുലസ് ചോദിച്ചാൽ, അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ് ചോദിച്ചാൽ, അല്ലെങ്കിൽ സ്ട്രെസ് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഹാഫ് എപ്സിലോൺ 0 E². ഓക്കെ, ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നതെന്നറിയോ? ഇലക്ട്രിക്കൽ എനർജി ഡെൻസിറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇത് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ള കേട്ടോ. ഹാഫ് എപ്സിലോൺ 0 E² ഡയമെൻഷൻസ് അല്ലെങ്കിൽ എപ്സിലോൺ 0 E² ഡയമെൻഷൻസ് ചോദിച്ചാൽ ഇതിനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഡെൻസിറ്റി എന്നാ പറയുക. ദേ നെവർ എക്സ്പെക്ട് യു ടു സബ്സ്റ്റിറ്റ്യൂട്ട്. ഇവിടെ വാല്യൂസ് കൊടുക്കണം എന്നല്ല അവർ പറയുന്നത്, പകരം ഇതിനെ നമ്മൾ എനർജി ഡെൻസിറ്റി എന്നാ പറയുക, ഇലക്ട്രിക്കൽ എനർജി ഡെൻസിറ്റി. അതിന്റെ ഡയമെൻഷൻ ആരോട് ഈക്വൽ ആയിരിക്കും? സ്ട്രെസ്സിനോട് ഈക്വൽ ആയിരിക്കും. ഇതുപോലെ മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി ഉണ്ട്, B²/2μ0. കണ്ടോ, ഇവരെല്ലാം പ്രഷറിന്റെ ഡയമെൻഷനോട് ഈക്വൽ ആയിരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ നേരത്തെ പ്രഷർ ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും ക്വാണ്ടിറ്റീസിന് ഒരേ ഡയമെൻഷൻ വരുന്ന വേറൊരു കേസ് ഇല്ല. നോക്കൂ, എത്ര പേർക്കാ യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, സ്ട്രെസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഡെൻസിറ്റി, ഇത് മാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി, പ്രഷർ അല്ലെങ്കിൽ എനർജി ഡെൻസിറ്റി, അങ്ങനെ ചോദിച്ചാലും ഒക്കെ സെയിം ഡയമെൻഷൻസ് ആണ്. എന്താ അതിന്റെ ഡയമെൻഷൻ വരിക? പ്രഷറിന്റെ ഡയമെൻഷനാണ് വരിക കേട്ടോ. പ്രഷറിന്റെ ഡയമെൻഷനാണ് വരിക. അതായി കാണുന്ന പ്രഷറിന്റെ ഡയമെൻഷൻ കണ്ടോ. അതാണ് അടുത്തൊരു പോയിന്റ്. നാലാമത്തെ ഒരു പോയിന്റ്. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ്, ആറാമത്തെ ഒരു പോയിന്റ് പറയുന്നത് ഇതാണ്. 6th പോയിന്റിൽ നമുക്ക് ഇതെടുക്കാം. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യൽ ഡിഫറൻസ് തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. ഈസ് ഈക്വൽ ടു V/L അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ dV/dr എന്ന് പഠിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ മൈനസ് dV/dl എന്ന് പഠിക്കുന്നുണ്ട്. ശരിയല്ലേ? സിമ്പിളായിട്ട് V/L എന്ന് എഴുതിയാൽ മതി കേട്ടോ. മോഡലസ് എടുത്താൽ മതി, സൈൻ്റെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് പഠിക്കുന്നുണ്ട്, അതുകൂടി ഞാനൊന്ന് എഴുതിയേക്കാം. ഇൻ കേസ് d∅/dt ഇൻറ്റു ε0. ε0 d∅/dt ആണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ. ഓക്കെ, ε0 ഇൻറ്റു d∅/dt. ഓക്കെ, നമുക്കിവിടെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് ചെയ്യാവുന്ന കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡയമെൻഷൻസ് ഓഫ് L/r²c. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എല്ലിനും ആറിനും സിക്കും ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കുറേ സമയം എടുക്കും. നമുക്കത് ഓർത്തിരിക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് പകരം ഇതിനോട് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്, ഇവിടെ നോക്കൂ, 1/r × √L/c നോക്കൂ. ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതാം കേട്ടോ. അപ്പൊ ഇവർ ചോദിച്ചിരിക്കുന്നത് L/r²c ഡയമെൻഷൻ ആണ് അല്ലേ. ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതാൻ പോവാ കേട്ടോ. 1/r × √L/c സ്ക്വയർ ആണ് എഴുതിയിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കേട്ടോ. ഇവിടെ നോക്കൂ, 1 സ്ക്വയർ 1 തന്നെ, r സ്ക്വയർ r², √L/c സ്ക്വയർ L/c. കണ്ടോ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന L/r²c നമ്മൾ 1/r × √L/c സ്ക്വയർ എന്ന് എഴുതി. അതെന്തിനാ അങ്ങനെ എഴുതിയേ? സി, ദിസ് ഇസ് സംതിങ് വി നോ. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണത്? 1/r × √L/c ക്വാളിറ്റി ഫാക്ടർ നമുക്കറിയാം അല്ലേ. അപ്പൊ നേരിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടി. കണ്ടോ? ഇത് ക്വാളിറ്റി ഫാക്ടറിന്റെ സ്ക്വയർ ആണ്. കണ്ടോ? ക്വാളിറ്റി ഫാക്ടറിന്റെ ഡയമെൻഷൻ എന്താ? m⁴, L⁴, T⁴, A⁴ സ്ക്വയർ. സ്ക്വയർ ചെയ്താലും അത് 0 തന്നെയാണ് കേട്ടോ. അപ്പൊ m⁴, L⁴, T⁴, A⁴. കണ്ടോ? ഒരു സ്റ്റെപ്പിൽ ആൻസർ ആയി. അപ്പൊ നേരെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. കണ്ടോ? ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കിയേ. ഇവിടെ എല്ലും സിയും ആറും ഒക്കെ ബൈഹാർട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എല്ലും സിയും ആറും നമ്മൾ ഇടയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതൊന്നുമില്ല. പക്ഷേ L/r²c എന്ന് കാണുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് വരണം, ഇതുപോലെ എന്തോ കണ്ടിട്ടുണ്ടല്ലോ.
അത് 1/r × √L/c ആണ്, ക്വാളിറ്റി ഫാക്ടറാണ്. അപ്പോൾ ഈ കിടക്കുന്നയാൾ ക്വാളിറ്റി ഫാക്ടറിന്റെ സ്ക്വയർ ആണ്. നേരിട്ട് ഡയമെൻഷൻസ് കിട്ടും. കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇൻ ദ റിലേഷൻ P is equal to alpha by beta into e raised to alpha z by k theta, P is pressure, Z is distance, K is Boltzmann's constant and theta is temperature. The dimensional formula for beta will be. അവിടെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. ഈ കെ തീറ്റയ്ക്ക് നമുക്ക് ഇതുപോലൊരു കാര്യമുണ്ട് കേട്ടോ. കെ തീറ്റ അല്ലെങ്കിൽ കെ ടിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഡയമെൻഷൻ ആണ് കേട്ടോ. ഞാൻ ആദ്യം എഴുതി വെച്ചേക്കാവേ. കാര്യം എന്നറിയോ, എനർജിയുടെ ഡയമെൻഷനും കെ ടി നമുക്ക് ഇവിടെ എഴുതി വെക്കാം കേട്ടോ. കാരണം നമ്മൾ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പഠിക്കുന്നുണ്ട്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി നമ്മൾ കൈനറ്റിക് തിയറി പഠിക്കുന്നുണ്ട്. അവിടെ നമ്മൾ എഴുതുന്നുണ്ട് എനർജിയെ നമ്മൾ 3/2 kT, 5/2 kT അല്ലെങ്കിൽ F/2 kT എന്നൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ അതൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഇതാ കെ ടി 3/2 kT ആയാലും 1/2 kT ആയാലും F/2 kT ആയാലും ഒക്കെ K × T എന്ന് പറയുന്നത് ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എനർജി ആയിരിക്കും കേട്ടോ. എനർജിയുടെ ഡയമെൻഷൻസ് ആയിരിക്കും. ഒന്ന് ഓർത്തിരിക്കണേ. ക്വസ്റ്റിനിലേക്ക് വരാം നമുക്ക്. അപ്പോൾ ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് പറയുന്ന എനർജിയുടെ ഡയമെൻഷൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് നോക്കാം. ഈ ഇയുടെ പവറായി കിടക്കുന്നയാൾക്ക് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ലല്ലോ. പാടില്ല, ഡയമെൻഷൻ ലെസ് ആണ്. ഇയുടെ പവർ എന്ന് പറയുന്നത് ഇയുടെ എന്തെങ്കിലും പവർ എഴുതിയാൽ അതിന് ഡയമെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ നിൽക്കുന്ന മുകളിൽ നിൽക്കുന്ന ആള് ഇതിന്റെ എക്സ്പോണന്റ് എന്ന് പറയുന്നത് ഈ ആൽഫ ഇസഡ് ബൈ കെ തീറ്റ എന്ന് പറയുന്നത് ഡയമെൻഷൻ ലെസ് ആണ്. ആൽഫ ഇസഡ് ബൈ കെ തീറ്റ അത് നമുക്കറിയാം ഡയമെൻഷൻ ലെസ് ആണ് കേട്ടോ. അതിന് ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ഇയുടെ എക്സ്പോണന്റിന് ഡയമെൻഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആൽഫ ഇസഡ് ബൈ കെ തീറ്റയ്ക്ക് ഡയമെൻഷൻ ഇല്ലെങ്കിലേ അത് എപ്പോഴാണ് അങ്ങനെ വരുന്നേ? ആൽഫ സെഡിന് എന്തിന്റെ ഡയമെൻഷൻ തന്നെയായിരിക്കണം? കെ തീറ്റയുടെ ഡയമെൻഷൻ തന്നെയായിരിക്കണം. അപ്പോഴേ ഇയാൾക്കും ഒരേ ഡയമെൻഷൻ ആണെങ്കിലേ അവർ തമ്മിൽ കട്ടായി പോകുള്ളൂ. ശരിയല്ലേ? എന്നിട്ട് ഡയമെൻഷൻ ലെസ് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് ആൽഫയുടെ ഡയമെൻഷൻ എഴുതാമല്ലോ. എന്താ ആൽഫയുടെ ഡയമെൻഷൻ? കെ തീറ്റ ഡിവൈഡഡ് ബൈ സെഡ്. കെ തീറ്റ ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കെ തീറ്റ നമ്മളൊരു ഷോർട്ട് കട്ടിലൂടെ ഓർത്ത് വെക്കണം, എനർജി ആണെന്ന് അല്ലേ? എനർജി ഞാൻ പറഞ്ഞല്ലോ, ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ml² T⁻² ഡിവൈഡഡ് ബൈ സെഡ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ സെഡ് ഞാൻ ഡിസ്റ്റൻസ് ആകുമ്പോൾ അതിന് ഞാൻ എൽ എന്ന് കൊടുക്കുന്നു കേട്ടോ. എല്ലും കട്ട് ചെയ്താൽ ml T⁻² എന്ന് കിട്ടും. ഇത് ആരുടെ ഡയമെൻഷനാ? ആൽഫയുടെ ഡയമെൻഷനാണ് കേട്ടോ. നമുക്ക് വേണ്ടത് ബീറ്റയുടെ ആണേ. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി നോക്കാവേ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പഠിക്കുന്നുണ്ട്. ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. ഒരു പ്ലസ് സൈനോ മൈനസ് സൈനോ ഇക്വാലിറ്റി സൈനോ കണ്ടാൽ അതിൻ്റെ രണ്ട് സൈഡിലും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അതിൽ ഇയാൾക്ക് ഏതായാലും നമ്മൾ ബോധർ ചെയ്യേണ്ട, അയാൾക്ക് ഡയമെൻഷൻ ഇല്ലല്ലോ. e⁻ ഡയമെൻഷൻ ഏതായാലും ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കൊക്കെ ഈക്വൽ ആവണം? ആൽഫ ബൈ ബീറ്റയ്ക്കും പിക്കും ഈക്വൽ ആവണം അല്ലേ? അപ്പോൾ ഡയമെൻഷൻ ഓഫ് പി എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ആൽഫ ബൈ ഡയമെൻഷൻ ഓഫ് ബീറ്റ ആവണം അല്ലേ? നമുക്ക് വേണ്ട ഡയമെൻഷൻ ഓഫ് ബീറ്റ കേട്ടോ. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആവേ. ഇത് ഇങ്ങോട്ടും വരട്ടെ, ഇത് ഇങ്ങോട്ടും പോരട്ടെ. അപ്പോൾ എന്ത് വരും? ഡയമെൻഷൻ ഓഫ് പി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ആൽഫ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് പി. ആൽഫയുടെ ഡയമെൻഷൻ ഞാനിവിടെ റൈറ്റ് സൈഡിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ml T⁻² കണ്ടോ? ml T⁻² ഡിവൈഡഡ് ബൈ പ്രഷറിൻ്റെ ഞാൻ ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ ആദ്യം. പ്രഷറിൻ്റെ ഇവിടെ ബൈ ഹാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. ml⁻1 T⁻². കണ്ടോ? ഇറ്റ്സ് ബെറ്റർ ടു ലേൺ ഇറ്റ് ബൈ ഹാർട്ട്. ml⁻1 T⁻². കട്ട് ചെയ്തു, T⁻² കട്ട് ചെയ്തു. താഴെയുള്ള എല്ലൂടെ മുകളിലേക്ക് പോയാൽ l⁻+1 ആവും. അപ്പോൾ അത് l² ആവും കേട്ടോ. അങ്ങനെ വരുന്ന ഡയമെൻഷൻ എന്താ? നമ്മൾ ഡയമെൻഷനിൽ എഴുതി കഴിഞ്ഞാൽ m⁻⁴ l² T⁻⁴. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കാലോ. m⁻⁴ l² T⁻⁴ ഓപ്ഷൻ എ ആണ്. കണ്ടോ? ഇത് പ്രീവിയസ് IDJ ക്വസ്റ്റൻ ആണ്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. സിമ്പിൾ ആയിട്ട് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഒന്ന്, കെ തീറ്റ എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഡയമെൻഷൻ ആണെന്ന് അറിയണം. അത് എവിടെ നിന്ന് വരുന്നതാ? ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. കെ ഇൻറ്റു തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കേട്ടോ. ഇതിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം, എന്നാലേ ഇവർ കട്ട് ചെയ്തിട്ട് ഡയമെൻഷൻ ലെസ് ആവുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചിട്ട് ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡിലും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. അത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ കിട്ടും.
മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോവാം. ഇഫ് എൽ, സി, ആർ ആൻഡ് വി റെപ്രസെന്റ് ഇൻഡക്റ്റൻസ്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ് ആൻഡ് വോൾട്ടേജ് റെസ്പെക്റ്റീവ്ലി, then the dimensions of L by RCV. അപ്പൊ ഇവിടെയും ഡയമെൻഷൻസ് ഓഫ് എൽ ബൈ ആർ സി വി ആ ചോദിക്കുന്നത് കേട്ടോ. ഇതല്ലേ ചോദിക്കുന്നത്. നമുക്കിതൊരു ട്രിക്കിലൂടെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഡയമെൻഷൻസ് ഓഫ് എൽ ബൈ ആർ സി വി, ഓക്കെ, ഇങ്ങനെ എഴുതിയിരിക്കുക കേട്ടോ. ഞാനിവിടെ അഡീഷണൽ ആയിട്ട് 1-2 പേര് ഇടാൻ പോവാണേ. ഒരു സി ഞാനിവിടെ എക്സ്ട്രാ ഇട്ടു കേട്ടോ. ഇതാ ഇവിടെ കോമൺ സ്റ്റേറ്റിന് ഇവിടെ ഒരു എക്സ്ട്രാ ഇട്ടു കണ്ടോ. അപ്പോൾ മുകളിലൊരു സി ഇട്ടു ഞാൻ, ഒന്നുമില്ല, ഇവിടെ ഒരു സി ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഒരു സി മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് നോക്കാലോ, പരിചയമുള്ളവർ വല്ലതും ഉണ്ടോ നോക്കാലോ. ഇവിടെ ആർ സി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാലോ. ആർ സി ഞാൻ ഇവിടെ എഴുതി വെച്ചായിരുന്നല്ലോ ആദ്യം തന്നെ. ഞാൻ പറഞ്ഞിരുന്നു ആർ സി എന്താന്നാ പറഞ്ഞത്, ഇവിടെ എവിടെയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ആർ സി സി ഈക്വൽ ടു ഇതാ കണ്ടോ, ആർ സി ടൈം കോൺസ്റ്റന്റ് എന്നാ പറഞ്ഞത്. അപ്പോൾ ആർ സിക്ക് പകരം ടൈം കോൺസ്റ്റന്റ് ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് പകരം ഞാൻ ഇതിന് പകരം ടി കൊടുക്കാൻ പോവാണ് കേട്ടോ. സി വിക്ക് പകരം നമുക്കറിയാം ക്യൂ ഇസ് ഈക്വൽ ടു സി വി എന്ന് കപ്പാസിറ്റൻസിൽ പഠിക്കുന്നുണ്ട് അല്ലേ. കപ്പാസിറ്റൻസിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ചാർജ് ആണ് കേട്ടോ, ക്യൂ. ഇനി മുകളിലുള്ള എൽ സിക്ക് പകരം എന്ത് കൊടുക്കും, എൽ സി. നമുക്ക് നോക്കാമല്ലോ എൽ സി. ഇവിടെ റൂട്ട് എൽ സി എന്താ ഞാൻ പറഞ്ഞേ, റൂട്ട് എൽ സി എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ റൂട്ട് എൽ സിയുടെ സ്ക്വയർ ആണല്ലോ എൽ സി. ഈ സ്ക്വയർ റൂട്ട് കളയാൻ വേണ്ടി ഞാൻ സ്ക്വയർ ചെയ്തു എൽ സി. അപ്പോൾ ഇവിടെ സ്ക്വയർ ആവും, ടി സ്ക്വയർ ആവും അല്ലേ. അപ്പോൾ എൽ സിക്ക് പകരം നമുക്ക് ടി സ്ക്വയർ എന്ന് കൊടുക്കാം കണ്ടോ. ഞാനൊന്ന് മാറ്റി എഴുതാൻ പോകാം കേട്ടോ. ഡയമെൻഷൻ ഓഫ് മുകളിലുള്ള ആൾ ടി സ്ക്വയർ, താഴെയുള്ള ആൾ ടി ഇൻറ്റു പിന്നെ ക്യൂ കണ്ടോ. ഈ ടിയും കൂടെ കട്ട് ചെയ്യാം. ടിയും കൂടെ കട്ട് ചെയ്തു. ബാക്കി എന്താ വരുന്നേ, ടി ബൈ ക്യൂ അല്ലേ. ടി ബൈ ക്യൂവിനെ ഒറ്റ സ്റ്റെപ്പിൽ 1/q/t എന്ന് എഴുതാം, ശരിയല്ലേ. 1/q/t അല്ലേ. റെസിപ്രോക്കൽ എടുത്ത് നോക്കൂ. ടി ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ എടുത്താൽ 1/q/t ആണ് അല്ലേ. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ടി മുകളിലേക്ക് പോകുമല്ലോ. ഇതെന്തിനാ ഇങ്ങനെ എഴുതിയേ, 1/q/t നമ്മൾ കറണ്ട് എന്ന് പറയും, ചാർജ് ബൈ ടൈം. q/t നമ്മൾ ചാർജ് ബൈ ടൈം കറണ്ട് എന്ന് പറയും. കറണ്ടിന് ആംപിയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടോ. ഫൈനലി ആൻസർ ആംപിയർ റേസ് ടു -1 ആയി കണ്ടോ. എന്ത് സിമ്പിളായിട്ട് ചെയ്ത് നോക്കിയേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കണ്ടോ. നിങ്ങൾ അതർവൈസ് ഇത് എങ്ങനെ ചെയ്യണം, ഇൻഡക്റ്റൻസ് ഓർത്ത് വയ്ക്കണം, അതിന്റെ ഡയമെൻഷൻ ഓർത്ത് വയ്ക്കണം, ആർ ഓർത്ത് വയ്ക്കണം, സി ഓർത്ത് വയ്ക്കണം, വി ഓർത്ത് വയ്ക്കണം, ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അങ്ങനെ വരുമ്പോൾ. അങ്ങനെ ഇതെല്ലാം ബൈ ഹാർട്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലല്ലോ, എളുപ്പമല്ല. അപ്പോൾ നമുക്ക് വളരെ ഈസി ടെക്നിക്ക് നിങ്ങൾ അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇവിടെ എന്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അറിയാവുന്ന ടേംസിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഞാൻ മുകളിൽ സി ഇട്ടു, താഴെ ഒരു സി എക്സ്ട്രാ ഇട്ടു കണ്ടോ. അപ്പോൾ ആർ സി എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റന്റ് ആണ്, ആദ്യം പഠിച്ചു, അത് ടൈം കോൺസ്റ്റന്റ്. സി വി എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്, നമുക്കറിയാം ക്യൂ. മുകളിൽ റൂട്ട് എൽ സി എന്ന് പറയുന്ന ടൈം ആണ്, അപ്പോൾ എൽ സി എന്ന് പറയുന്നത് ടൈം സ്ക്വയർ ആണ് കണ്ടോ. അപ്പോൾ കഴിഞ്ഞു. മുകളിലൊരു ടൈം സ്ക്വയർ, താഴെ ടൈം, പിന്നെ ഒരു ക്യൂ കണ്ടോ. അപ്പോൾ ടൈമും കട്ട് ചെയ്തു. ടി ബൈ ക്യൂവിനെ 1/q/t എന്ന് എഴുതി, e⁻⁻1 കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഡയമെൻഷൻസ് ഓഫ് ε0 v/L/t. v is വോൾട്ടേജ്, L is ലെങ്ത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഒരു ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. ε0 v/L/t എന്നാണ് ചോദിക്കുന്നത് ഡയമെൻഷൻ കണ്ടോ. ഇവിടെ വോൾട്ടേജ് ഉള്ളതുകൊണ്ടേ ഞാനിവിടെ പഠിച്ച എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിക്കാവേ. നോക്കാലോ. വോൾട്ടേജ് ബൈ ലെങ്ത് ഉണ്ടെങ്കിൽ എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് എഴുതാം അല്ലേ. വോൾട്ടേജ് ബൈ ലെങ്ത് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എഴുതാം. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കാം കേട്ടോ. വോൾട്ടേജ് ബൈ ലെങ്ത് ഉണ്ടെങ്കിൽ അപ്പോൾ ഞാനിവിടെ താഴെ ഒരു ലെങ്ത് ഇട്ട് നോക്കാവേ. അപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മുകളിൽ ഒരു ലെങ്ത് ഇട്ടു കണ്ടോ. ഇതെങ്ങനെ ഞാൻ ആലോചിക്കുന്നത് നോക്കണേ. ഇവിടെ വോൾട്ടേജ് കണ്ടു, അപ്പോൾ താഴെ ഒരു ലെങ്ത് വന്നാൽ വോൾട്ടേജ് ബൈ ലെങ്തിനെ എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്ന് എഴുതാം കണ്ടോ. വോൾട്ടേജ് ബൈ ലെങ്തിനെ നമുക്ക് നോക്കൂ, ഇവിടെ പഠിച്ചതാ ഓൾറെഡി. വോൾട്ടേജ് ബൈ ലെങ്തിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അത് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഒരു എൽ ഇട്ട് കൊടുത്തു, കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി മുകളിൽ ഒരു എൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഞാനിവിടെ ഒന്ന് സിമ്പിളായിട്ട് എഴുതാവേ. ഈ വി ബൈ എല്ലിനെ നമ്മൾ എന്താ പറയുക, വി ബൈ എൽ അത് ഇലക്ട്രിക് ഫീൽഡാണ് കേട്ടോ, ഓർത്തിരിക്കണേ. അപ്പോൾ നമുക്കൊന്ന് മാറ്റി എഴുതാം. ε0 ഇലക്ട്രിക് ഫീൽഡാണ്. ആ വി ബൈ എൽ ഞാൻ ഗ്രീൻ ലെറ്റർ തന്നെ കൊടുക്കാം കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ഇ കണ്ടോ. ഈ ഗ്രീൻ സർക്കിളിലിട്ട വി ബൈ എല്ലിന് പകരമാണ് ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ഗ്രീനിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ.
പിന്നെ ബാക്കി ആരോ ഉള്ളത് എല്ലും എല്ലും ചേരുമ്പോൾ എൽ സ്ക്വയർ താഴെ ടൈം അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ ഇൻറ്റു എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏരിയ ആണ് അല്ലേ. ഈ നിൽക്കുന്ന എൽ സ്ക്വയർ, ഈ പിങ്കിൽ നിൽക്കുന്ന എൽ സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയ ആണ്, കണ്ടോ, ഡിവൈഡഡ് ബൈ ടൈം. എപ്സിലോൺ 0 ഇ ഇൻറ്റു ഏരിയ നമ്മൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫ്ലക്സ് ആയിരിക്കും, ഇലക്ട്രിക് ഫ്ലക്സ്. ഫൈ ഈസ് ഈക്വൽ ടു ഇ എ കോസ് തീറ്റ, ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എന്ന് പഠിക്കുന്നുണ്ട്, ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എ. അപ്പൊ ഈ നിൽക്കുന്ന ഇ ഇൻറ്റു എക്ക് പകരം നമ്മളിവിടെ ഫൈ എന്ന് കൊടുക്കും, കണ്ടോ. എപ്സിലോൺ 0 ഫൈ ബൈ ടി. എപ്സിലോൺ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എപ്സിലോൺ 0 ഫൈ ബൈ ടി, എപ്സിലോൺ 0 ഫൈ ബൈ ടി, എപ്സിലോൺ 0 ഡി ഫൈ ബൈ ഡി ടി. അതിന് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നല്ലേ പറയുക. എപ്സിലോൺ 0 ഡി ഫൈ ബൈ ഡി ടി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നല്ലേ പറയുക. അപ്പൊ ഈ നിൽക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണെന്ന് കരുതിക്കും. അപ്പൊ ഇതിന്റെ ഒക്കെ ഡയമെൻഷൻ നമുക്കിപ്പോൾ എളുപ്പമായി, നേരെ കറണ്ടിന്റെ ഡയമെൻഷൻ ആണ്, കണ്ടോ. എപ്സിലോൺ 0 ഫൈ ബൈ ടിക്ക് കറണ്ട് ഡയമെൻഷനാണ്, നേരെ നമുക്ക് എ എന്ന് കൊടുക്കാം, കറണ്ട് ഡയമെൻഷൻ എ ആണ്, കണ്ടോ. അപ്പോൾ എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 0, എ റേസ് ടു 1 വരുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എപ്സിലോൺ 0 ഓർത്ത് വെക്കണം, എപ്സിലോൺ 0 ഓർത്ത് വെക്കണം, വി ഓർത്ത് വെക്കണം, ലെങ്ത് ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യണം. അതിനേക്കാൾ എളുപ്പം ഇതാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉപയോഗിച്ചിട്ട് ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എക്സാക്റ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഈ ഒരു ലൈൻസിൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം മുൻപൊരിക്കൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The ratio of dimensions of Planck's constant and that of moment of inertia. Planck's constant to moment of inertia. ഇതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. Planck's constant to moment of inertia. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് എഴുതാവേ, Planck's constant to moment of inertia. കണ്ടോ, ഇതിൻ്റെ ഡയമെൻഷനാണ് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? ഞാനിവിടെ എനിക്കൊരു കാര്യം ഐ നമ്മൾ ഓർത്തിരിക്കുന്നത് എളുപ്പമല്ല. അപ്പം ഞാനത് പെട്ടെന്ന് ഓർക്കുമ്പോൾ എനിക്കിവിടെ ഒന്ന് ഒമേഗ കൊണ്ടുവന്ന് എളുപ്പമാവും തോന്നുന്നു, കണ്ടോ. കാരണം ഐ ഒമേഗ എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ആംഗുലർ മൊമെന്റം എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിരുന്നു. ആംഗുലർ മൊമെന്റം കണ്ടോ. ഓക്കെ, അതിനെ ഞാൻ NH/2π എന്ന് എഴുതാമെന്നും പറഞ്ഞിരുന്നു. ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ക്വാണ്ടിസേഷൻ കണ്ടീഷൻ, ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും ഞാനിവിടെ താഴെ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സ്ഥിതിക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ മുകളിൽ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. എച്ചിനെ അങ്ങനെ തന്നെ നിർത്തി. ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2π ആണ് കേട്ടോ. ഒമേഗ 2π ആണല്ലോ, അത് നമുക്കറിയാവുന്ന കാര്യം. 2π ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ഈ ഐ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെന്റം ആണ്. ആംഗുലർ മൊമെന്റം എൽ കണ്ടോ, താഴെയുള്ള ഐ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ മൊമെന്റം എൽ ആണ് കേട്ടോ. സോ എച്ച് ഇൻറ്റു 2π ബൈ ആംഗുലർ മൊമെന്റം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു NH/2π നമുക്ക് എഴുതാം. ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ഡയമെൻഷനലി അത് ഈക്വൽ ആയിരിക്കും. ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് NH/2π എന്ന് എഴുതാം, കണ്ടോ. എളുപ്പമായി. ഇനി നമുക്ക് എച്ചും എച്ചും കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്താ വരിക? ഈ 2π ഞാൻ ഈ താഴെ എഴുതാം കേട്ടോ. 2π മുകളിലേക്ക് പോകുമ്പോൾ ഒരു 2π അവിടെ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഈ 2πയും കൂടി താഴെ നിന്ന് ചെല്ലുമ്പോൾ 2π × 2π എന്ന് പറയുന്നത് 4π² ആവും, ഇൻറ്റു ന്യൂ ബൈ n ആവും, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ ഇപ്പോൾ വേണ്ടേ. 4 കോൺസ്റ്റന്റ് ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല. π² ഡയമെൻഷൻ ഇല്ല. n ക്വാണ്ടം നമ്പർ ആണ്, അതൊരു നമ്പർ ആണ്, അതിനും ഡയമെൻഷൻ ഇല്ല. പിന്നെ ആർക്ക് മാത്രമേ ഉള്ളൂ? ഫ്രീക്വൻസിക്ക് മാത്രമേ ഉള്ളൂ. ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ നമുക്കറിയാമല്ലോ, ടൈം റേസ് ടു -1 കണ്ടോ. അപ്പോൾ m റേസ് ടു 0, l റേസ് ടു 0, t റേസ് ടു -1 വരും. ടൈം റേസ് ടു -1 ഓപ്ഷനിലുണ്ടോ? ടൈം റേസ് ടു -1നെ നമ്മൾ എന്താ എഴുതുക? റെസിപ്രോക്കൽ ഓഫ് ടൈമിനെ നമ്മൾ ഫ്രീക്വൻസി എന്ന് എഴുതുക. 1/, ടൈമിനെ നമ്മൾ ഫ്രീക്വൻസി എന്ന് എഴുതുക, കണ്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്തത് ചില ട്രിക്കുകളിലൂടെ ഡയമെൻഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പം ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് ഇനിയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചാപ്റ്ററിലുണ്ട്. നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. യൂഷ്വലായിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഡയമെൻഷൻസ് ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് 32 പ്രാവശ്യം എൻട്രൻസ് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. ഡയമെൻഷൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, അതായത് എൻട്രൻസ് എക്സാമിനേഷനുകളുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡയമെൻഷൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. എൻ്റെ അറിവിൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 15 പ്രാവശ്യം എൻട്രൻസ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്.
അല്ലെങ്കിൽ വിസ്കോസിറ്റി, ഏറ്റവും കൂടുതൽ ടൈം ചോദിച്ചിട്ടാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, ഇതൊക്കെ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് ആണ്. ഞാൻ അല്പം ഡീവിയേറ്റഡ് ആയിട്ട് ചോദിച്ചാൽ കുറച്ചൊന്ന് ആലോചിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് കേട്ടോ. ഇനിയും നിങ്ങൾക്ക് പേപ്പറുകൾ അനലൈസ് ചെയ്താൽ കഴിഞ്ഞ 30 വർഷത്തെ പേപ്പറുകൾ, നീറ്റിന്റെ പേപ്പറുകൾ അനലൈസ് ചെയ്യാം, ജെയുടെ 20 years എങ്കിലും അനലൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ ട്രിക്കുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടും, കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സീരീസിൽ ചെയ്യുന്നത് അങ്ങനെയാണ്, കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടോപ്പിക് നിർബന്ധമായും പഠിക്കുക, പ്രയോറിറ്റി കൊടുക്കുക. So see you in another topic, see you with another topic in another episode. Till we meet again, bye.